നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി പരിഗണിക്കാൻ നിയമസഭ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഫെബ്രുവരി 2 യോഗം ചേരുന്നു. CPM MLA DK മുരളി നൽകിയ പരാതിയാണ് മുരളി പെരുന്നെല്ലി അധ്യക്ഷനായ സമിതി പരിശോധിക്കുന്നത്. അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അംഗങ്ങളെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഭയിൽ നിന്ന് പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. സമിതി റിപ്പോർട്ട് നൽകിയാൽ ശിക്ഷാ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ പ്രമേയം അവതരിപ്പിക്കും. സഭ ഇത് പാസാക്കിയാൽ ശാസനം മുതൽ പുറത്താക്കൽ വരെയുള്ള നടപടികൾ സ്വീകരിക്കാം. കോടതിയുടെ നിരീക്ഷണങ്ങളും അതിജീവിതമാരുടെ പരാതികളും മുൻനിർത്തിയാണ് വാമനപുരം MLA DK മുരളി രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. മുരളി പെരുന്നെല്ലി അധ്യക്ഷനായ 9 അംഗ സമിതിയിൽ 8 പേരും ഭരണപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരാണ്. UA ലത്തീഫ്, റോജി M. ജോൺ എന്നിവരാണ് സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ. രാഹുലിനെ കോൺഗ്രസ് നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ സമിതിയിൽ ഇവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. പരാതിക്കാരനായ DK മുരളിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും മൊഴി സമിതി രേഖപ്പെടുത്തും. വിയോജിപ്പുള്ളവർക്ക് റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്താമെങ്കിലും ഭൂരിപക്ഷ തീരുമാനം സഭയുടെ പരിഗണനയ്ക്കെത്തും. എത്തിക്സ് കമ്മിറ്റി യോഗം ചേർന്ന് മൊഴികളും തെളിവുകളും പരിശോധിക്കും. കോടതി നിരീക്ഷണങ്ങളും മറ്റു രേഖകളും പരാതിക്കാരൻ ഹാജരാക്കണം. ഈ സഭാ സമ്മേളനത്തിൽ തന്നെ സമിതി റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കും. നിയമസഭയുടെ അന്തസ്സിന് നിരക്കാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത അംഗത്തിനെതിരെ ഉചിതമായ നടപടി വേണമെന്നാണ് പരാതിക്കാരനായ DK മുരളി MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുരളി പെരുന്നെല്ലി അധ്യക്ഷനായ സമിതിയിൽ MV ഗോവിന്ദൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, H. സലാം, P. ബാലചന്ദ്രൻ, മാത്യു ടി തോമസ്, UA ലത്തീഫ്, റോജി M. ജോൺ എന്നിവരാണ് അംഗങ്ങൾ. അതേസമയം രാഹുലിനെ ബലാത്സംഗ കേസിൽ കുടുക്കി തളർത്താൻ നോക്കിയവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് അപ്രതീക്ഷിത പ്രഹരമായിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച കേസുകളിൽ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ രാഹുലിന് വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായി ഈ വിവാദം രാഹുലിന് തിരിച്ചടിയുമാണ്. പാലക്കാട്ടെ മത്സരമോഹവും തകർന്നു. ഇതുതന്നെയായിരുന്നു ഈ ആരോപണങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി. അവിവാഹിതനായ ഒരാൾക്ക് ഉഭയസമ്മതപ്രകാരം ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിയമപരമായി എന്ത് തെറ്റാണുള്ളതെന്ന് ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ ചോദ്യം പ്രോസിക്യൂഷനെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കി. രാഹുലിനെതിരെ ഇനിയും കേസുകൾ വരാൻ സാധ്യതയുണ്ടെന്നും അതിലൊരു പോക്സോ കേസ് പോലും ഉണ്ടെന്നുമുള്ള പ്രചാരണങ്ങൾക്കിടയിലാണ് കോടതിയുടെ ഈ സുപ്രധാന നിരീക്ഷണം. പോക്സോ കേസ് വന്നില്ലെങ്കിൽ രാഹുലിന് മുന്നിൽ ഇനി പ്രതിസന്ധികളില്ല. ഇതോടെ രാഹുലിനെതിരായ നിലവിലുള്ള കേസുകളെല്ലാം ചോദ്യമുനയിലെത്തും. രാഹുലിനെ ഒരു സ്ഥിരം കുറ്റവാളിയായി ചിത്രീകരിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചെങ്കിലും കോടതി ഇത് അംഗീകരിച്ചിട്ടില്ല. വെറും FIRകൾ ക്രിമിനൽ പശ്ചാത്തലമായി കാണാനാവില്ലെന്നും ഒന്നിൽ പോലും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പല കേസുകളിലും ഈ നിരീക്ഷണം നിർണായകമാകും. നിയമപരമായ കണ്ണുകളിലൂടെ മാത്രം കേസിനെ ഹൈക്കോടതി കാണുന്നുവെന്നതാണ് നിർണായകം. പാലക്കാട്ടെ MLAക്ക് അതുകൊണ്ട് തന്നെ ഈ വിധി അതിനിർണായകമാണ്. സമ്മതത്തോടെയുള്ള ബന്ധം നിയമപരമായി അനുവദനീയമാണ്. വിവാഹിതനല്ലാത്ത ഒരാൾക്ക് എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും ഉണ്ടാകാം. അതിൽ ധാർമ്മികമായി പോലും തെറ്റില്ല എന്ന കോടതിയുടെ പരാമർശം രാഹുലിനെതിരെയുള്ള മറ്റ് ബലാത്സംഗ കേസുകളുടെ മുനയൊടിക്കുന്നതാണ്. വരാനിരിക്കുന്ന കേസുകളിൽ പോക്സോ പോലുള്ള ഗൗരവകരമായ കുറ്റങ്ങൾ ചാർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കി എല്ലാ കേസുകളിലും ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം രാഹുലിന് രക്ഷാകവചമാകും. നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതി പ്രത്യേകം പരിശോധിക്കുന്നുണ്ടെങ്കിലും പ്രഥമ ദൃഷ്ട്യാ ബന്ധം ഉഭയസമ്മതപ്രകാരമാണെന്ന കോടതിയുടെ വാക്കാലുള്ള പരാമർശം രാഹുലിന് അനുകൂലമാണ്. പരാതിക്കാരി രാഹുലിനൊപ്പം പോയി താമസിച്ചതും കോടതി എടുത്തു പറഞ്ഞു. പത്തനംതിട്ട, തിരുവനന്തപുരം കോടതികളിൽ നിന്ന് ഇതിനോടകം 2 കേസുകളിൽ ജാമ്യം ലഭിച്ച രാഹുലിന് ഹൈക്കോടതിയിലെ ഈ കേസ് കൂടി അനുകൂലമായാൽ രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചുവരവിനായിരിക്കും വഴിവെക്കുക. പോക്സോ കേസ് എന്ന വജ്രായുധം കൂടി രാഹുലിനെതിരെ പ്രയോഗിക്കപ്പെട്ടില്ലെങ്കിൽ മാങ്കൂട്ടത്തിനെ പൂട്ടാനുള്ള നീക്കങ്ങളെല്ലാം വെള്ളത്തിലാകുമെന്നും ഉറപ്പാണ്. ഇതിനിടയിലാണ് രാഹുലിനെ കൊടുക്കാനുള്ള പുതിയ നീക്കവുമായി CPM രംഗത്ത് വരുന്നത്.